അച്ഛനോട് ഇവിടെയുള്ളവർ എന്തേലും തെറ്റ് ചെയ്താ കള്ളക്കാമുകനെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടാണോ നിങ്ങൾ പകരം തീർക്കുന്നത്? നിനക്കെന്നെ നന്നായിട്ട് അറിയാലോ. നിനക്ക് എന്റെ പ്രതികാരം അറിയാം. അതിലേക്കെത്താൻ ഏതു വഴിയും അവന്തിക സ്വീകരിക്കും. ഏതു വഴിയും. ധനുഷിനെ കൊണ്ട് സ്നേഹയെ ഞാൻ വിവാഹം കഴിപ്പിക്കും. ധനുഷിന്റെ കുഞ്ഞിനെ ചിലപ്പോ സ്നേഹ പ്രസവിച്ചൊന്നും ഇരിക്കും. അതൊക്കെയാ ഇനി നീ തുടർന്ന് കാണാൻ പോകുന്ന രംഗങ്ങൾ. എന്റെ ഉദ്ദേശം നീ ചോദിച്ചില്ലേ? നേരത്തെ ആയിരുന്നെങ്കിൽ എന്റെ മനസ്സിലുള്ളത് മുഴുവൻ ഞാൻ നിനക്ക് പറഞ്ഞു തന്നെ. ഇനി അത് പറ്റില്ലല്ലോ. അതിലും ഭേദം ഞാനെല്ലാം അർച്ചനയോട് പോയി നേരിട്ട് പറയുന്നതല്ലേ. എന്റെ ആലോചനയും തീരുമാനങ്ങളും ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്നെപ്പോലെ വേഗം മാറ്റാനായിട്ട് അവന്തികയ്ക്ക് പറ്റില്ല. അന്നും ഇന്നും എനിക്കൊരച്ഛനേ ഉള്ളൂ. പേര് വിനയചന്ദ്രൻ. എന്റെ കൺമുന്നിൽ കിടന്ന ആ മനുഷ്യൻ പിടഞ്ഞു മരിച്ചത്. അതിന് കാരണക്കാരാ ഇവിടെ ഉള്ളത്. അവരോടൊക്കെ ഞാൻ ക്ഷമിക്കണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ മകളല്ലാണ്ടിരിക്കണം. എന്റെ പക തീർക്കാനും ഞാൻ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിർത്താനും ചിലപ്പോ മാന്യത വിട്ടും അവന്തികയ്ക്ക് പെരുമാറേണ്ടി വരും. ഇപ്പോഴുള്ള എന്റെ മാന്യതയല്ല എനിക്ക് വലുത്, പിന്നീടുള്ള സന്തോഷമാണ്. നീ എന്റെ അമ്മയുടെ വയറ്റിൽ പിറന്നോണ്ട് നിന്നോട് ഞാനൊരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം. എല്ലാത്തിനൊടുവിൽ അവന്തിക പക വീട്ടാൻ വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോ തടയുന്നത് പോയിട്ട് എന്റെ കൺമുന്നിൽ പോലും കാണരുത് നിന്നെ. രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന തോന്നലിൽ എന്റെ മുന്നിലെങ്ങാനും വന്ന് നിന്നാ തലയുടലും വെവ്വേറെ കിടക്കുന്നുണ്ട്. അറിയാലോ നിനക്കെന്നെ? അറിയാം, നല്ല പോലെ അറിയാം. മുൻപ് നിങ്ങൾ പറഞ്ഞതൊക്കെ മഹാപാപങ്ങളായിരുന്നെങ്കിലും അതിൽ എന്നെയും നിങ്ങളെ ഉറപ്പിക്കുന്നൊരു കണ്ണിയുണ്ടായിരുന്നു. നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ, വിനയചന്ദ്രൻ എന്ന് പറയുന്ന എന്റെയും നിങ്ങളുടെയും അച്ഛൻ. അന്നൊക്കെ നിങ്ങൾ പറയുന്നതൊക്കെ എന്നെ കൊണ്ടാവാത്ത പലതുമായിരുന്നു. എങ്കിലും കൂടെ ഞാൻ നിന്നത് അതിലും എവിടേക്കോ ഒരു ശരി ഞാൻ കണ്ടതുകൊണ്ടാ. പക്ഷെ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും തമ്മില് ഒരു ബന്ധവും ഇല്ലാതായപ്പോഴാ ഞാൻ നിങ്ങളെ വെറുത്തതും നിങ്ങളിൽ നിന്ന് അകന്നതും. നേരത്തെ പറഞ്ഞില്ലേ, ഒരമ്മയുടെ വയറ്റിൽ കുരുത്ത കാര്യം. അതേ അമ്മയുടെ വയറ്റിൽ കുരുത്തത് കൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ കരുതും പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ധനുഷിന്റെയും സ്നേഹയുടെയും വിവാഹം നിങ്ങളുടെ സങ്കല്പം മാത്രം. ഈ അനഘ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല. എന്നെ ചതിച്ചതുപോലെ സ്നേഹ ചതിക്കപ്പെടില്ല. അവസാനം ഒരു നിവൃത്തിയില്ലാന്ന് വന്നാ ഞാൻ എല്ലാരോടും വിളിച്ചു പറയും. അതിലാദ്യത്തേത് അവന്തികയുടെ പരപുരുഷ ബന്ധത്തെക്കുറിച്ച് തന്നെയായിരിക്കും.